V4-ന്റെ റേഡിയേറ്റർ ഫാൻ വീണ്ടും കംപ്ലൈൻ്റ് ആയി. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മാറ്റി വെച്ചത്. അതിപ്പോൾ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു പച്ച റിലേ ഉണ്ട്, ഈ ഒരു ഏരിയ ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ റിമൂവ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ 4 പോയിന്റ് കാണാൻ പറ്റും. ഈ 2 പോയിന്റ് ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്കും റേഡിയേറ്റർ ഫാൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ റിലേയുടെ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരിക്കലും ഫാൻ കംപ്ലൈന്റ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു റേഡിയേറ്റർ ഫാൻ കറങ്ങുന്ന സൗണ്ട് കേൾക്കാം. ആ ഫാൻ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്, വേറെ പ്രശ്നമില്ല. അപ്പോൾ ഫാൻ ഇഷ്യൂ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഇതിന് ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വേറൊരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാനിന്റെ കണക്ഷൻ എന്തെങ്കിലും ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അതും അടുത്തൊരു പ്രശ്നമാണ്. അപ്പൊ ഷോർട്ട് ചെയ്താലും ചിലപ്പോൾ ഫാൻ കറങ്ങിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ ഷോർട്ട് ചെയ്താൽ കറങ്ങിയില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ടും പ്രശ്നമാണെന്ന് മാത്രം നമുക്ക് ഫാൻ മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരിക്കലും ഇപ്പോൾ ഫാൻ പെട്ടെന്ന് വർക്കാവില്ലാന്ന് കരുതി പെട്ടെന്ന് കൊണ്ടുപോയി നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി അത് റീപ്ലേസ് ചെയ്ത് ഒരുപാട് കാശ് വേണ്ട കാര്യമില്ല. ഈ ഒരു റിലേക്ക് ഏകദേശം ഒരു 100-110 രൂപയെ വരുന്നുള്ളൂ. ആ ഒരു എമൗണ്ടിൽ പരിപാടി ചെയ്യും.